ഞാൻ എന്താക്കാൻ വേണം ഞാൻ ഫുഡ് ഉണ്ടാക്കിയില്ല, ചോറ് വെച്ചില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ചീര തോരൻ വെച്ചിട്ട്, ചീര നല്ല വൈറ്റമിൻസാണ്, അപ്പോൾ അത് വെച്ചിട്ട് മുട്ടയൊക്കെ ഇട്ടൊരു സാലഡ് പോലെ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിനെടുത്തതാണ് ചീര. പിന്നെ അത് ചീരയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. അത് വെളുത്തുള്ളി, ജീരകം, നമ്മൾ സാധാരണ ചീരയ്ക്ക് അരയ്ക്കും പോലെ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കടുക് വറുത്തിട്ട് സവാളയിട്ട് നന്നായിട്ട് വഴറ്റണം. സവാള നമ്മൾ വഴറ്റി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാമെന്നറിയോ, നമ്മുടെ ഈ ചീര എടുത്ത് ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, വഴറ്റണം. അങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് നമ്മൾ വഴറ്റി വെച്ച് ചീരയ്ക്ക് ഒരിക്കലും ഉപ്പ് നമ്മൾ നേരത്തെ ഇടരുത്. കാരണം ഉപ്പിട്ടാൽ ഉപ്പ് ഭയങ്കരമായിട്ട് പോകുന്നു, ചീര പെട്ടെന്ന് വാടി വരും. അതുകൊണ്ട് പിന്നീട് ഉപ്പിടാവും. ഇത് അല്പസമയം അടച്ച് വയ്ക്കുക, ഇച്ചിരി സമയം, 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. നമുക്കിത് തുറന്ന് നോക്കാം. ഈ ചീര നന്നായിട്ട് വാടിയിട്ടുണ്ട്, നന്നായിട്ട് അത് വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിൽ അരപ്പ് എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കാം. ഫുൾ അരപ്പ് നമുക്ക് ഇട്ടിട്ട് അതിനൊന്ന് ഇങ്ങനെ പൊത്തി വയ്ക്കാം. ഇത് വച്ചിട്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. മൂടി തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ചീരയും ഈ തോരൻ്റെ ഈ അരപ്പെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇച്ചിരി തീ കൂട്ടി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് എണ്ണ അതിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിങ്ങനെ മുട്ട എന്ത് ചെയ്യാം, അതിലോട്ട് നമുക്ക് ഒഴിക്കുക. എന്നിട്ട് നല്ല ചീ വെച്ച് കൊടുക്കുക. മുട്ട ഒഴിച്ച് നല്ല ചൂടാകുമ്പോൾ ഒന്നെന്ത് ചെയ്യുക, ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മുട്ട നന്നായിട്ട് വേകണം. ഒന്ന് ചിക്കി കൊടുക്കുക. കാരണം മുട്ട അതിൽ തന്നെ നന്നായിട്ട് വേകണം. ഇങ്ങനെ നന്നായിട്ട് മുട്ട വേകുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചിക്കി കൊടുക്കുക. അപ്പോൾ മുട്ട നന്നായിട്ട് വേകും. അല്ലാതെ ഒന്നിച്ച് ചീരയും മുട്ടയും കൂടെ ഇട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അപ്പം എന്ത് ചെയ്യത്തില്ല, അത് നന്നായിട്ട് വേഗത്തില്ല. ഈ ചീര ഒരുമാതിരി നനവ് പോലെ ഉണ്ടാവും. ഇങ്ങനെ ചെയ്യുവേണ്ട, നന്നായിട്ട് മുട്ട നല്ല ഇതായിട്ട് വരും. ചിക്കി വന്നതിന് ശേഷം 4 സൈഡിൽ നിന്ന് മുട്ട എടുക്കുക. നന്നായിട്ട് മുട്ട വെന്ത് ചിക്കി വരുമ്പോൾ നന്നായിട്ടൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് നന്നായിട്ട് കഴിക്കാനുള്ള ഇത് നല്ല ടേസ്റ്റും കിട്ടും. മുട്ട നന്നായിട്ട് വേകണം. അല്ലാതെ ചീരയും ഇതും കൂടെ മുട്ടയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് സൈഡിലുള്ളതാണ് ഞാൻ അത് മിക്സ് ചെയ്തിട്ട് ഇതിലായത്. ഇനി നമുക്ക് മൊത്തത്തിലിട്ടൊന്ന് വരക്കാം. മൊത്തത്തിൽ ചീരയും ഇത് നമുക്ക് ചുമന്ന ചീരയിലും ചെയ്യാൻ പറ്റും, വല്ല പാലക്കയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഏത് ചീരയിലും നമുക്കിത് ഇങ്ങനെ ചെയ്ത്, നമുക്കിപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചോറൊന്നും വെച്ചില്ല, നമ്മൾ ഒറ്റയ്ക്കാണ് ഉള്ളതെങ്കിൽ, നമുക്ക് ആരും ഇപ്പോൾ ഫുഡ് വയ്ക്കുന്നില്ല എങ്കിൽ ഇത് നമുക്ക് നല്ല ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. കാരണം വൈറ്റമിൻസും കിട്ടും, കുട്ടികൾക്കും കൊടുക്കാൻ നല്ലതാണ്. നമുക്ക് ഡയറ്റ് ചെയ്യുമ്പോൾ ഇത് കഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ നല്ല പോഷകാഹാരവും കിട്ടും. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം, എല്ലാത്തിൻ്റെ കൂടെ ഉപയോഗിക്കാം. അല്ലാതെ വെറുതെ നമുക്കിത് നന്നായിട്ട് കഴിക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം. അപ്പോൾ നമ്മുടെ ചെറുത്ത് ഓക്കെ ആയി സാലഡ്. ഇങ്ങനെയാണ് നമുക്കത് നന്നായിട്ട് കഴിക്കാൻ പറ്റും. ഇത് പോഷകാംശമാണ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കേ.